തിരുവനന്തപുരം നഗരത്തിൽ ഒരു കാഴ്ച ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തരാം. ഒരു പുത്തൻ റോഡ് 2 ആഴ്ച കൊണ്ട് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ടാറിട്ട റോഡിന്റെ മുകൾ ഭാഗം ഇളകിപ്പോയി. ഇതാണ് അവസ്ഥ. ഒരാഴ്ചയായി റോഡിന്റെ മുകളിൽ ഇളകിയ മെറ്റൽ അടിച്ചു വാരുകയാണ്. കരാറുകാരൻ ഏർപ്പാടാക്കിയ ജോലിക്കാരാണ് ഇത് ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. കൗൺസിലറും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കൗൺസിലറോടും സംസാരിക്കാം. സംഭവം ഇതാണ് അരുൺ. ഈ കാണുന്ന എനിക്ക് പിറകിൽ കാണുന്നത് ആ ശാസ്തമംഗലത്തേക്ക് വരുന്ന റോഡാണ്. അതായത് KPCC ഓഫീസിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങിയാൽ ഇതുവഴിയാണ് ഇങ്ങോട്ടേക്ക് വരിക. പുത്തൻ റോഡ് 2 ആഴ്ച പൂർത്തിയാവുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ വെള്ളയമ്പലത്തു നിന്ന് രാമേന്ദ്രൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ശാസ്തമംഗലം KPCCയുടെ ഇപ്പുറത്തെത്തുന്ന റോഡ് റീടാറിംഗ് ആയിരുന്നു. കുഴിയടച്ചതല്ല. നമുക്ക് ചെയ്ത ഭാഗം കാണിച്ചു തരാം അരുൺ. ഇതുപോലെ ചെയ്യേണ്ടതായിരുന്നു. ഇതുപോലെ ചെയ്യേണ്ടതായിരുന്നു. അപ്പുറം ഭാഗത്ത് ഉള്ള കാര്യം പറയണമല്ലോ. അതായത് രാമേന്ദ്രൻ നിന്ന് ഇറങ്ങി ഒരു 100 മീറ്റർ നന്നായി ചെയ്തിട്ടുമുണ്ട്. ബാക്കി കാര്യമാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഇതാദ്യം കാണൂ. 2 ആഴ്ച മുമ്പ് ചെയ്ത റീടാറിംഗ് ആണ്. കണ്ടല്ലോ. ഇവിടെയും കൊഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു കാരണം, 2 കാരണമാണ് ഇതിൽ. പിന്നെ കൗൺസിലർ നേരത്തെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു. ഇപ്പോൾ നേരിട്ട് എത്തിയിട്ട് നമുക്ക് ചോദിക്കാം. ഒന്ന്, ജിമ്മിലേക്കുള്ള വാഹനം വന്ന് എന്നുള്ളതാണ്. ജിം അവിടെയാണ് അരുൺ. അതൊന്ന്. പക്ഷേ ഇതുവഴി വാഹനം പോയി എന്നാണ് കൗൺസിലർ പറയുന്നത്. നമുക്ക് ചോദിക്കാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് മരത്തിൽ നിന്ന് വെള്ളം വീണു എന്നുള്ളതാണ്. ഈ നിൽക്കുന്നതിൻ്റെ മുകളിലേക്കൊന്ന് കാണിച്ചു കൊടുക്കണം വിഷ്ണു. ഇവിടെ മരം നമുക്ക് കാണാനില്ല. കൗൺസിലർക്ക് ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചത് എന്ന്. എന്താണ് ഇവിടെ ഉണ്ടായത്? ഇത് ടാറിങ് നടന്നതിൻ്റെ അന്ന് തന്നെ ഈ സംഭവം പൊളിഞ്ഞു. സത്യാവസ്ഥ അതാണ്. കാരണം റോഡ് ബ്ലോക്ക് ചെയ്ത് തന്നെ പണിയെടുത്തതാണ്. ഇവിടമല്ല, ഇത് അറിയണമെങ്കിൽ ഈ കരാറുകാരന് ക്വാളിറ്റിയിൽ പണിയാൻ അറിയാം. കാരണം കൊട്ടാക് മഹേന്ദ്രയുടെ അവിടെ നിന്ന് താഴേക്കുള്ള റോഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു തരി മണ്ണ് പോലും അവിടെ ഇളകിയിട്ടില്ല. ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ കംപ്ലീറ്റ് സംഭവം ഇത് തന്നെയാണ്. ഇതിൻ്റെ ടാറിങ്ങിൻ്റെ 3-ാം ദിവസമാണ് ഞാൻ വീഴുന്നത്. ഞാൻ 2 പ്രാവശ്യം വീണു. അപ്പം നമുക്ക് വേറെ ഒന്നുമല്ല, നമ്മൾ എന്നിലെ പോയ മോഹനൻ എന്ന് പറയുന്ന ഒരാൾ വീണു എന്നല്ലേ? മനോജ് പിന്നെ ക്യാൻറ്റീൻ നടത്തുന്ന മനോജും വീണത്. മനോജ് ഇവിടെയാണ് വീണത്. വീണതിന് ശേഷമാണോ അടിച്ചു വരാൻ തുടങ്ങിയത്? അല്ല, അടിച്ചുവാരൽ പിന്നെ ഇത് തുടങ്ങി ടാറിങ് കഴിഞ്ഞതിൻ്റെ 3-ാം ദിവസം ആ പ്രക്രിയ ആരംഭിച്ചു. അന്ന് തൊട്ടേ സംഭവം. ഇപ്പോൾ ഇവിടുത്തെ റെസിഡൻസിലെ ഒരാളല്ലേ ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് പോയത്. മറ്റേ എന്താ പറയുക, ടാറിങ് കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകെ ഇത് പൊളിഞ്ഞെന്ന് ഇവിടെ തൊട്ട് താഴെ താമസിക്കുന്ന പ്രായമുള്ള ആൾ. ഇതാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളവരും. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച ഒരു സാധനം നമുക്ക് നേരിട്ട് കൂടി പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഈ സേവനമാണ് ആ ജോലിക്കാർ ചെയ്തത്. കണ്ടോ? എല്ലാ ദിവസവും രാവിലെ വന്ന് ഇതിങ്ങനെ അടിച്ചു വാരുകയാണ്. ഇതാണ് ടാറിങ്ങിൻ്റെ മുകളിലുണ്ടായ സാധനം. വെറും 2 ആഴ്ച ആയതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വാർഡിൻ്റെ കൗൺസിലർ രാഖി രവികുമാറിനോട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. എന്താണ് മാഡം ഈ റോഡിൽ ഉണ്ടായത്? ഈ റോഡിലുണ്ടായത് വളരെ യാഥാർത്ഥ്യത്തോടെ ചാനലുകളുടെ ഒരു പ്രധാന ജോലി സത്യസന്ധമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ടാർ ചെയ്തതിൻ്റെ അടുത്ത ദിവസം ഇതിനകത്ത് പ്രശ്നമുണ്ടായി. അപ്പോൾ ഇദ്ദേഹം തന്നെ ഇവിടെ എൻ്റെ കൂടെ നിന്ന ഇവിടെ യാത്ര ചെയ്ത ഒരാൾ സംസാരിച്ചല്ലോ. ആ കൊടാക് മഹീന്ദ്ര അവിടെ നിന്നാണ് ഈ ടാറിങ് തുടങ്ങുന്നത്. തുലാവർഷത്തിൻ്റെ സമയത്താണ് നമ്മുടെ ടാറിങ്ങിൻ്റെ ആരംഭം. അതായത് തുടങ്ങുന്നതിന് ഒരു ദിവസം 2-3 ദിവസം മുമ്പ്. സ്വാഭാവികമായും അവിടെ ഇട്ട് വന്നത് രാവിലെയാണ്. രാവിലെ ഇട്ട് വന്നു കഴിഞ്ഞപ്പം വെയിൽ കൊണ്ട് അത് സെറ്റായി. ഇത് വൈകുന്നേരമാണ്. ഒരു ദിവസം രാത്രി സന്ധ്യ കഴിഞ്ഞിട്ടാണ് ഇവിടെ അവസാനിക്കുന്നത്. ഒരു ബ്ലോക്ക് ഞാനിവിടെ അന്ന് പണി ചെയ്യിച്ച ആളാണ്. അന്ന് ഇവിടുത്തെ എല്ലാ പിന്നെ റെസിഡൻസുകാരുൾപ്പെടെ പറഞ്ഞത് നന്നായി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പണി ചെയ്തു. ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. സംഭവിച്ചത് ഈ ഗോൾഡ് ജിമ്മിൽ വന്ന മുഴുവൻ ജിമ്മിലേക്കുള്ള യാത്രക്കാരും കാറിലാണ് വരുന്നത്. ഒരു സ്ത്രീയോട് ഞാൻ അവിടെ വെച്ച് സംസാരിക്കുന്നു, മാഡം ഒന്ന് ഇറങ്ങി ഒന്ന് നടന്നു പോയാൽ വളരെ ഉപകാരിക്കും. എൻ്റെ കാലിൽ കീലാവില്ലേ? നിങ്ങൾക്ക് വേറെ അങ്ങനെയുള്ള സ്പെഷ്യൽ കീലുള്ള ഇടാനുള്ള ചെരുപ്പുണ്ട്, ഞങ്ങൾക്കത് പറ്റില്ല എന്നും പറഞ്ഞ് കാറും കൊണ്ടാണ് മാഡം പോകുന്നത്. അതുപോലെ എല്ലാവരും സിവിക് സെൻസ് ഇല്ലാത്തത് കുറച്ച് നമ്മുടെ കുറവാണ്. ഒന്ന്, നിങ്ങൾക്കറിയാം, ഇത് വെള്ളയമ്പലം ശാസ്ത്രം. മാഡം എന്നോട് പറഞ്ഞു മരത്തിൻ്റെ വിഷയം പറയാം. ഞാൻ കൊണ്ട് കാണിക്കാം. ഇത് ഇവിടെ അല്ല മരത്തിൻ്റെ വിഷയം. ഈ പറയുന്ന വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇതേപോലെ ഈ ടാറിൻ്റെ ബാക്കി ഭാഗമാണ് ബൈലൈനുകളും. ആ മെയിൻ റോഡിൽ നമ്മുടെ RCC കൃഷ്ണൻ നായർ സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ മാവ് ഉണ്ട്. ആ മാവിൻ്റെ താഴെയും റോഡിന് ടാറിൽ ഇറങ്ങിയിട്ടുണ്ട്. കാരണം അന്നത്തെ ദിവസം ഈ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പം നമ്മുടെ കോർപ്പറേഷൻ്റെ വർക്കുകളെ കുറിച്ച് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. ഇത് നമുക്ക് 1/2 ഇഞ്ച് കനത്തിൽ മാത്രമാണ്. ഇത് റീടാറിംഗ് ആണ്. PWD റോഡുമായിട്ട് ഇത് അനലൈസ് ചെയ്യില്ല. അത് BC വർക്കുകളാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് നമ്മൾ ഒരു ദിവസമെങ്കിലും സെറ്റാകാൻ സമയം കൊടുത്തില്ലെങ്കിൽ മഴ വന്നാലും പോകും, അതോടൊപ്പം വണ്ടികൾ പോയാലും പോകും. കരാറുകാരൻ ഈ റോഡ് ഭംഗിയായി ചെയ്തു അല്ലേ? അല്ല, കരാറുകാരൻ ചെയ്തതിൽ കുറവുകളുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ അതറിഞ്ഞ് അയാളോട് പറഞ്ഞിട്ടുണ്ട്. ബില്ല് മാറുന്നതിന് മുമ്പ് ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒപ്പിട്ട് തരില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും അത് തന്നെ പറഞ്ഞു. ഇപ്പോൾ കൗൺസിൽ ഒരു മിനിറ്റ് ഇത്ര സമയം പറഞ്ഞില്ല, അങ്ങോട്ട് പറയാനും സമ്മതിക്കും.
അതായത് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ കരാറുകാരൻ്റെ ഭാഗത്തു നിന്നുള്ള പെശകല്ല, മഴ പെയ്തു എന്നുള്ളതാണോ, അതല്ല ജിമ്മാണോ, അല്ല മരമാണോ? ഇതിനകത്ത് കരാറുകാരൻ്റെ പൂർണ്ണമായ പെശകെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ 15 വർഷം കൂടെ ജനപ്രതിനിധിയാണ്. നമ്മൾ ഓരോ വർക്കുകളും ചെയ്യുമ്പോഴും ഇപ്പം നമുക്ക് അതിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്നും ചെയ്യാത്ത കരാറുകാരനെയും അറിയാം, ആത്മാർത്ഥമായി ചെയ്യുന്നവരെ അറിയാം. അതുകൊണ്ട് ഇദ്ദേഹം ആത്മാർത്ഥമായി ചെയ്തതിൻ്റെ ഭാഗമാണ് ബൈലൈനുകളെല്ലാം പരിശോധിക്കാം. ഈ തറോ ഫെയർ എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. അരുൺ, അന്നത്തെ ദിവസം മഴ പെയ്തിരുന്നു ഇവിടെ? ഇല്ല 2 ദിവസം മഴയില്ല. 2 ദിവസം 2 ദിവസം മഴയില്ല. അരുൺ, ഇത് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇപ്പോൾ കേട്ട് കഴിഞ്ഞല്ലോ അല്ലേ?